മുൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തുവന്നു. കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയെ ഏകപ്രതിയാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയും കേസിൽ നിർണായകമായി മാറും. 2024 ഒക്ടോബർ 14 കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങാണ് ഈ കേസിന്റെ കേന്ദ്രബിന്ദു. സ്ഥലം മാറ്റം ലഭിച്ച് പത്തനംതിട്ടയിലേക്ക് പോകാനിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന പി ദിവ്യ ക്ഷണിക്കപ്പെടാതെ എത്തുകയും നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് 6 മിനിറ്റ് പ്രസംഗം നടത്തുകയുമായിരുന്നു. ചെങ്ങാളായിൽ ഒരു പെട്രോൾ പമ്പിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നായിരുന്നു ദിവ്യയുടെ ആരോപണം. പ്രസംഗം മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്യുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം വലിയ വിവാദമായതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം 166 ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് 2025 മാർച്ച് 29 കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 400-ലധികം പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണം ദിവ്യയുടെ ആസൂത്രിതമായ അധിക്ഷേപമാണെന്ന് കുറ്റപത്രം ആരോപിക്കുന്നു. ദിവ്യ യാത്രയയപ്പ് ചടങ്ങിന് ക്ഷണമില്ലാതെ എത്തിയത് നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ ലക്ഷ്യമിട്ടാണ്. സ്വകാര്യ ചാനലിനെ മുൻകൂട്ടി വിളിച്ചു വരുത്തി പ്രസംഗം റെക്കോർഡ് ചെയ്യുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതായും കുറ്റപത്രം ചൂണ്ടിക്കാണിക്കുന്നു. ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്തിന്റെ പരാതിയിൽ ഒപ്പുകളിലെ വൈരുദ്ധ്യവും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 82 പേരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടേതും മക്കളുടേതുൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ഈ കേസിൽ വലിയ ശ്രദ്ധയാകർഷിക്കുന്നു. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു തന്റെ ചേംബറിലെത്തിയപ്പോൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായി കളക്ടർ മൊഴി നൽകി. യാത്രയയപ്പ് ചടങ്ങിന് മുമ്പ് ദിവ്യ കളക്ടറെ വിളിച്ച് നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ തെളിവുകൾ ഹാജരാക്കാൻ ദിവ്യയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ തെളിവ് തന്റെ പക്കൽ ഇല്ലെന്ന് സമ്മതിച്ചു. യാത്രയയപ്പ് ചടങ്ങിന് ദിവ്യയെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. എന്നാൽ ദിവ്യ ചടങ്ങിന് വരുമെന്ന് ഫോണിൽ അറിയിച്ചിരുന്നു. ചടങ്ങിന് ശേഷം നവീൻ ബാബു കളക്ടറുടെ ചേംബറിലെത്തി. ദിവ്യയുടെ ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അരനിമിഷം തല താഴ്ത്തി തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായി കളക്ടർ മൊഴി നൽകി. എന്നാൽ നവീൻ ബാബു പറഞ്ഞ തെറ്റ് എന്താണെന്ന് വ്യക്തമല്ല. കളക്ടറുടെ മൊഴി നവീൻ ബാബുവിന്റെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നതിനാൽ കേസിലത് നിർണായകമാണ്. ദിവ്യയുടെ പരസ്യമായ അധിക്ഷേപം നവീൻ ബാബുവിനെ മാനസികമായി തകർത്തിരിക്കാമെന്നതിനും ഇത് തെളിവാകാം. അതേസമയം തന്റെ ഇടപെടൽ സദുദ്ദേശപരമായിരുന്നു എന്നും നവീൻ ബാബുവിന്റെ ആത്മഹത്യ പ്രതീക്ഷിച്ചില്ലെന്നുമാണ് പി ദിവ്യയുടെ വാദം.